നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ടണൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. ഓവർസിയർ ആയിക്കോട്ടെ, എക്സാം ആയിക്കോട്ടെ, 1-2 മാർക്കിന് വരുന്ന ഒരു സബ്ജക്റ്റാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് നോക്കി പോവുക. വളരെ ചെറിയൊരു സബ്ജക്റ്റാണ്. ഞാൻ ഒരു 30 മിനിറ്റിനുള്ളിൽ ഈ ഒരു ഫുൾ സബ്ജക്റ്റ് ഞാൻ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക, മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ PPT ഉണ്ടാക്കാനുള്ള ഒരു ടൈമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു PDF വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക, ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ടണൽ എഞ്ചിനീയറിംഗ് ആണ്. ടണൽ ഈസ് ആൻ എഞ്ചിനീയറിംഗ് സ്ട്രക്ചർ, ആർട്ടിഫിഷ്യൽ ഗാലറി ഓർ പാസേജ് ഓർ റോഡ് വേ ബിനീത്ത് ദ ഗ്രൗണ്ട്. അതായത് ഗ്രൗണ്ടിനടുത്തായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഗാലറി അല്ലെങ്കിൽ ഒരു റോഡ് വേ പോലെ അല്ലെങ്കിൽ ഒരു പാസേജ് പോലെ ഇതാക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത്, ടണൽ എന്ന് പറയുന്നത്. അണ്ടർ ദ ബെഡ് ഓഫ് എ സ്ട്രീം ഓർ ത്രൂ എ ഹിൽ ഓർ മൗണ്ടൻ. ഹില്ലിലൂടെയോ അല്ലെങ്കിൽ ഒരു സ്ട്രീമിൻ്റെ ബെഡിലൂടെയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടണലിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. Such underground passages constructed may be used for the transportation of passengers, water, sewage, gas, etc. അതായത് നമ്മൾ ഈ ടണൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ടണലിൻ്റെ കൂടെ വെഹിക്കിൾസിന് പോകാം, പാസഞ്ചേഴ്സിന് നടന്നു പോകാം, അതുപോലെ തന്നെ വാട്ടർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടണൽ ഉണ്ടാക്കും. ആൻഡ് സീവേജ്, അതുപോലെ തന്നെ ഗ്യാസസ്, ഇതിനൊക്കെ എന്താണ് നമ്മൾ ടണലിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് യൂട്ടിലിറ്റീസ് ആയിട്ടുള്ള വാട്ടർ, ഗ്യാസ്, അതുപോലെ തന്നെ റെയിൽവേ ലൈൻസ്, റോഡ്സ്, ഇതൊക്കെ അല്ലെങ്കിൽ സ്ട്രീം ഓർ മൗണ്ടെയിൻ, ഒരു സ്ട്രീമിൻ്റെയോ മൗണ്ടെയിൻ്റെയോ ഇടയിൽ കൂടി എന്താണ് നമുക്ക് റെയിൽവേ ലൈൻസ്, വാട്ടർ, ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാരി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഓപ്പൺ കട്ട്സ് ബിയോണ്ട് സർട്ടൈൻ ഡെപ്സ്. അതായത് നമ്മളൊരു സർട്ടൈൻ ഡെപ്സിൽ ഓപ്പൺ കട്ട്സ് ഉണ്ടാക്കുന്നതിലും കുറച്ചുകൂടി എക്കണോമിക്കലാണ് എന്ത് ടണൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് സർഫസ് ലൈഫിനെയും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് ട്രാഫിക്കിനെയും എന്ത് ചെയ്യില്ല, ഈ ഒരു ടണൽസ് ഡിസ്റ്റർബ് ചെയ്യില്ല, ആ ഒരു ഡിസ്റ്റർബൻസ് അവിടെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്താണ് ടണൽസ് പ്രൂവ് ടു ബി ചീപ്പർ ദാൻ ബ്രിഡ്ജസ് ഓർ ഓപ്പൺ കട്ട്സ് ടു ക്യാരി പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് ലൈക്ക് വാട്ടർ, സീവർ, ഗ്യാസ്. അപ്പോൾ നമ്മുടെ വാട്ടറും സീവറും ഗ്യാസും ഒക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒരു കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബ്രിഡ്ജിനെക്കാട്ടും ഓപ്പൺ കട്ടിനെക്കാട്ടും ഒക്കെ ടണൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറച്ചുകൂടി എക്കണോമിക്കലായിരിക്കും. ആൻഡ് അവോയ്ഡ് ഡേഞ്ചറസ് കട്ട്സ് അഡ്ജസ്റ്റൻസ് ടു ദ സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിൻ്റെ അടുത്തുള്ള എന്തെങ്കിലുമൊക്കെ ഡേഞ്ചറസ് കട്ട്സുകൾ എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യും. ഇനി അടുത്ത ഒരു ടോപ്പിക്കാണ് എന്ത്, ക്ലാസിഫിക്കേഷൻ ഓഫ് ടണൽ എന്ന് പറയുന്നത്. നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ടണൽ ബേസ്ഡ് ഓൺ പൊസിഷൻ ഓർ അലൈൻമെൻറ്റ് അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതാണ് സാഡിൽ ഓർ ബേസ് ടണൽ. ആ ഒരു വേറെ പേര് ഓർത്ത് വെക്കുക കേട്ടോ, സാഡിൽ ഓർ ബേസ് ടണലാണ്. ടണൽ കൺസ്ട്രക്റ്റഡ് ഇൻ ദ വാല്യൂ അലോങ് ദ നാച്ചുറൽ സ്ലോപ്പ്. അതായത് നാച്ചുറൽ സ്ലോപ്പിൻ്റെ വാല്യൂവിൽ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതാണ് എന്ത്, സാഡിൽ ഓർ ബേസ് ടണൽ എന്ന് പറയുന്നത്. ടണൽ കൺസ്ട്രക്റ്റഡ് ഇൻ ദ വാല്യൂ അലോങ് ദ നാച്ചുറൽ സ്ലോപ്പ്, വാല്യൂ അലോങ് ദ നാച്ചുറൽ സ്ലോപ്പ്. ഓക്കെ, നാച്ചുറൽ സ്ലോപ്പിൻ്റെ വാല്യൂവിൽ എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്റ്റ് ചെയ്യുന്നതാണ് എന്ത്, സാഡിൽ അല്ലെങ്കിൽ ബേസ് ടണൽ എന്ന് പറയുന്നത്. അടുത്തതാണ് സ്പൈറൽ ടണൽ. സ്പൈറൽ ടണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടണൽ പ്രൊവൈഡഡ് ഇൻ ദ നാരോ വാല്യൂ. എന്താണ്, നാരോ വാല്യൂവിൽ പ്രൊവൈഡ് ചെയ്യുന്ന ടണലാണ് എന്ത്, ഈ ഒരു സ്പൈറൽ ടണൽ എന്ന് പറയുന്നത്. ഇൻ ദ ഫോം ഓഫ് ലൂപ്സ്, ലൂപ്സിൻ്റെ ഫോമിൽ. ഇൻ ദ ഇൻറ്റീരിയർ ഓഫ് മൗണ്ടെയിൻ, അതായത് ലൂപ്സിൻ്റെ ഫോമിൽ മൗണ്ടെയിൻ്റെ ഇൻറ്റീരിയറിൽ ഫോം ചെയ്യുന്നതാണ് എന്ത്, ഈ ഒരു സ്പൈറൽ ടണൽ എന്ന് പറയുന്നത്. സോ ആസ് ടു ഇൻക്രീസ് ലെങ്ത് ഓഫ് ടണൽ ടു അവോയ്ഡ് സ്റ്റീപ്പ് സ്ലോപ്സ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റീപ്പ് സ്ലോപ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടണലിൻ്റെ ലെങ്ത് നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ സ്പൈറൽ ടണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നാരോ വാല്യൂ, അതായത് ഇൻറ്റീരിയർ ഓഫ് ദ മൗണ്ടെയിനിൽ നാരോ വാല്യൂ ഇൻ ദ ഫോം ഓഫ് ലൂപ്സിൻ്റെ ഫോമിൽ ഇതാക്കുന്നതാണ് എന്ത്, സ്പൈറൽ ടണൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഓക്സ്ഫോർഡ് ടണൽ. ഷോർട്ട് ലെങ്ത് ടണൽസ് ടു നെഗോഷിയേറ്റ് മൈനർ ലോക്കൽ ഒബ്സ്റ്റാക്കിൾസ്. അതായത് മൈനർ ആയിട്ടുള്ള ലോക്കൽ ഒബ്സ്റ്റാക്കിൾസിന് തടയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഷോർട്ട് ലെങ്ത് ടണലാണ് എന്ത്, ഓക്സ്ഫോർഡ് ടണൽ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ലെങ്ത് ടണൽ. എന്തിനു വേണ്ടിയിട്ടാണ്, മൈനർ ആയിട്ടുള്ള ലോക്കൽ ഒബ്സ്റ്റാക്കിൾസിനെ തടയാൻ വേണ്ടിയിട്ട്. ഇനി അപ്പം നമ്മൾ എന്താണ്, ബേസ്ഡ് ഓൺ പൊസിഷൻ ഓർ അലൈൻമെൻറ്റ് അനുസരിച്ചിട്ട് എന്താണ്, സാഡിൽ ഓർ ബേസ് ടണൽ, സ്പൈറൽ ടണൽ ആൻഡ് ഓക്സ്ഫോർഡ് ടണൽ, ഇങ്ങനെ 3 തിരിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ബേസ്ഡ് ഓൺ പർപ്പസ് ആണ്. പർപ്പസ് അനുസരിച്ചിട്ട് നമുക്ക് കൺവേയൻസ് ടണൽ, അതായത് വാട്ടറും സീവേജും ഒക്കെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺവേയൻസ് ടണൽ യൂസ് ചെയ്യുന്നത്. അടുത്തത് എന്താണ്, ട്രാഫിക് ടണൽ. നമുക്കറിയാം റോഡ്സും നമ്മളിപ്പോൾ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകില്ലേ, ചില സമയത്ത് റോഡിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മൾ ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകും. അപ്പോൾ ട്രാഫിക് ടണൽ, അതിനെയാണ് നമ്മൾ ട്രാഫിക് ടണൽ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി നമ്മൾ ടണലിംഗ് ഇൻ റോക്ക്, അതായത് ഒരു റോക്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ടണൽസിനെ ഉണ്ടാക്കുന്നത്, അതിൻ്റെ മെത്തേഡുകളാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫുൾ ഫേസ് മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹെഡിങ് ആൻഡ് ബെഞ്ചിങ് മെത്തേഡ്. ഫുൾ ഫേസ് മെത്തേഡ്, ഹെഡിങ് ആൻഡ് ബെഞ്ച് മെത്തേഡ്, ആൻഡ് മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഡ്രിഫ്റ്റ് മെത്തേഡ്. ഓക്കെ, ഇങ്ങനെ 3 മെത്തേഡ് ഉണ്ട്. എന്തിൽ? ടണലിംഗ് ഇൻ റോക്കിൽ ടണലിംഗ് ആണ് കേട്ടോ പറയുന്നത്, ടണലിംഗ് ഇൻ റോക്ക്. ഓക്കെ, ടണലിംഗ് ഇൻ റോക്കിലെ മെത്തേഡ്സ് ആണ് ഏതൊക്കെയാണ്? ഫുൾ ഫേസ് മെത്തേഡ്, ഹെഡിങ് ആൻഡ് ബെഞ്ചിങ് മെത്തേഡ്, ഡ്രിഫ്റ്റ് മെത്തേഡ്. അതിൽ ഫുൾ ഫേസ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ദ ഫുൾ ഫേസ് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് ഓൺലി ഫോർ സ്മോൾ ടണൽസ് ഹൂസ് ഡയമെൻഷൻ ഡു നോട്ട് എക്സീഡ് അബൌട്ട് 3 മീറ്റർ. 3 മീറ്ററിലും എക്സീഡ് ആവാത്ത ടണൽസിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഫുൾ ഫേസ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ദ ഫുൾ ഫേസ് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് ഓൺലി ഫോർ സ്മോൾ ടണൽസ്. ചെറിയ ചെറിയ ടണൽസ്, അതായത് അതിൻ്റെ ഡയമെൻഷൻ ഒരിക്കലും 3 മീറ്ററിൽ കൂടാൻ പാടില്ല. അങ്ങനത്തെ ടണൽസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫുൾ ഫേസ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഹെഡിങ് ആൻഡ് ബെഞ്ചിങ് മെത്തേഡ്. ദിസ് ഈസ് ദ മെത്തേഡ് യൂഷ്വലി അഡോപ്റ്റഡ് ഫോർ ഓൾ റെയിൽവേ ടണൽസ്. നമ്മൾ ഈ ഒരു മെത്തേഡ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഹെഡിങ് ആൻഡ് ബെഞ്ചിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് അധികം എന്താണ്? റെയിൽവേ ടണൽസിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ദ ഹെഡിങ് ഈസ് ദ ടോപ്പ് പോർഷൻ വിച്ച് വിൽ ബി 3700 mm to 4600 mm ahead of the bottom portion known as bench. അതായത് ഹെഡിങ് എന്ന് പറയുന്നത് എന്താണ്? ടോപ്പ് പോർഷനാണ്. അത് ഒരു 3700 mm മുതൽ 4600 mm വരെ ഉണ്ടാവും. ഹെഡ് ഓഫ് ദ ബോട്ടം പോർഷൻ, അതായത് ബോട്ടം പോർഷനിൽ നിന്നും ഒരു 3700 mm to 4600 mm വരെ ഉണ്ടാവും. എന്തിലേക്ക്? ആ ഒരു ടോപ്പ് പോർഷനിലേക്ക്. ഓക്കെ, 3700 mm to 4600 mm. ഇനി അടുത്തതാണ് ഡ്രിഫ്റ്റ് മെത്തേഡ്. ഡ്രിഫ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിൽ ആദ്യം എന്ത് ചെയ്യും? ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൈസിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡ്രിഫ്റ്റിനെ നമ്മൾ ഡ്രിവൺ ചെയ്യും. യൂഷ്വലി അതിന് പറയുന്ന ഒരു 3000 mm by 3000 mm ആണ് ആ ഒരു സൈസ് പറയുന്നത്. അപ്പോൾ ആ സൈസ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഡ്രിഫ്റ്റ് മെത്തേഡിൻ്റെ സൈസ് വരുന്ന ഒരു 3000 mm by 3000 mm ആണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡ്രിഫ്റ്റ് ഡ്രിവൺ ചെയ്യാം. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രിഫ്റ്റ് ഈസ് എ സ്മോൾ ടണൽ കൺസ്ട്രക്റ്റഡ് ഇൻസൈഡ് ദ ആക്ച്വൽ ടണൽ ടു ഫുൾ ലെങ്ത് ഓർ പാർഷ്യൽ ലെങ്ത്. അതായത് ഒരു ആക്ച്വൽ ആയിട്ടുള്ള ടണലിലേക്ക് നമ്മളൊരു ചെറിയ ടണലിന് നമ്മൾ എന്ത് ചെയ്യാണ്? കൺസ്ട്രക്ട് ചെയ്യാണ്. ഫുൾ ലെങ്ത്തിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും, അല്ലെങ്കിൽ എന്താണ്? നമ്മളൊരു പാർഷ്യൽ ലെങ്ത്തിൽ കൺസ്ട്രക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. എക്സ്കവേഷൻ ഈസ് എക്സ്റ്റെൻഡഡ് ഫ്രം സൈഡ്സ് ഓഫ് ദ ഡ്രിഫ്റ്റ് ടു ദ ഫുൾ വിഡ്ത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു എക്സ്കവേഷൻ നടത്തുന്നത് ഈ ഡ്രിഫ്റ്റിൻ്റെ സൈഡ്സിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യും? ഫുൾ വിഡ്ത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടുവരും. ഓക്കെ, ഡ്രിഫ്റ്റ് ക്യാൻ ബി, നമുക്ക് ഡ്രിഫ്റ്റുകൾ പലതരത്തിലുണ്ട്. സെൻറ്റർ ഡ്രിഫ്റ്റ് ഉണ്ട്, അതായത് സെൻറ്ററിൽ ഉണ്ടാകുന്ന ഡ്രിഫ്റ്റ് ഉണ്ട്, സൈഡ് ഡ്രിഫ്റ്റ് ഉണ്ട്, ടോപ്പ് ഡ്രിഫ്റ്റ് ഉണ്ട്, ബോട്ടം ഡ്രിഫ്റ്റ് ഉണ്ട്. എന്തൊക്കെയാണ്? സെൻറ്റർ ഡ്രിഫ്റ്റ്, സൈഡ് ഡ്രിഫ്റ്റ്, ടോപ്പ് ഡ്രിഫ്റ്റ് ആൻഡ് ബോട്ടം ഡ്രിഫ്റ്റ്. ഇങ്ങനെ 4 തരത്തിലുള്ള ഡ്രിഫ്റ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ ഫേസ് മെത്തേഡ് എവിടെയാണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു? ചെറിയ ടണലിലാണ്. അതൊരിക്കലും 3 മീറ്ററിൽ കൂടാൻ പാടില്ല. ഹെഡിങ് ആൻഡ് ബെഞ്ചിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഞ്ചിങ്ങിൽ നിന്ന് ഏകദേശം ഒരു 3700 mm മുതൽ 4600 mm വരെ ആയിരിക്കും ഉണ്ടാവുക. ഹെഡ് പോർഷനെയാണ് നമ്മൾ ഹെഡിങ് എന്ന് പറയുന്നത്, ബോട്ടം പോർഷനെയാണ് നമ്മൾ ബെഞ്ച് എന്ന് പറയുന്നത്. ഡ്രിഫ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിൻ്റെ ആ ഒരു സൈസ് 3000 by 3000 mm ആണ്. ഒരു ഡ്രിഫ്റ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഫുൾ വിഡ്ത്തിലേക്കാണ് കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് ടോപ്പ് വിഡ്ത്ത് ഉണ്ട്, ടോപ്പ് ഡ്രിഫ്റ്റ് ഉണ്ട്, ബോട്ടം ഡ്രിഫ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? സെൻറ്റർ ഡ്രിഫ്റ്റും ഉണ്ട്, സൈഡ് ഡ്രിഫ്റ്റും ഉണ്ട്. ഇതാണ് എന്തിൻ്റെ മെത്തേഡ്? റോക്കിലുള്ള ടണലിംഗ് ഇൻ റോക്കിലെ മെത്തേഡുകൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം ടണലിംഗ് ഇൻ സോഫ്റ്റ് ഗ്രൗണ്ടിലെ ടണലിംഗ് നമുക്ക് എന്താ നോക്കാം. അതിന് നമുക്ക് കുറച്ച് മെത്തേഡുകളുണ്ട്. ഏതൊക്കെയാണ്? നീഡിൽ ബീം മെത്തേഡ്, അതുപോലെ തന്നെ ഫോർ പോളിംഗ് മെത്തേഡ്, ദെൻ കുറേ പറയുന്നുണ്ട് ബെൽജിയം മെത്തേഡ്, അമേരിക്കൻ മെത്തേഡ്, ജസ്റ്റ് പേരുകൾ അറിഞ്ഞിരുന്നാൽ മതി ഇതിൻ്റെ, ഇംഗ്ലീഷ് മെത്തേഡ്, ജർമ്മൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് നീഡിൽ ബീം മെത്തേഡ് എന്ന് നോക്കാം. അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ വെൻ ദ സോയിൽ ഈസ് ഹാർഡ് എനഫ് ടു സ്റ്റാൻഡ് ഫോർ ഫ്യൂ മിനിറ്റ്സ്. അതായത് എന്താണ്? ഒരു ഫ്യൂ മിനിറ്റ്സ് നേരത്തേക്ക് ആ ഒരു സോയിലിന് സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈ ഒരു നീഡിൽ ബീം മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ വെൻ ദ സോയിൽ ഈസ് ഹാർഡ് എനഫ് ടു സ്റ്റാൻഡ് ഫോർ ഫ്യൂ മിനിറ്റ്സ്. A small drift is prepared for inserting a needle beam consisting of 2 eye girders. അതായത് ഒരു നീഡിൽ ബീം എന്ന് പറയുമ്പോൾ 2 eye girders and bolted together with a wooden block in the center.
അതായത് ഈ ഒരു നീഡിൽ ബീം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു ചെറിയൊരു ഡ്രിഫ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ചെറിയൊരു ഡ്രിഫ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഈസ് പ്രിപ്പയർഡ് ഫോർ ഇൻസേർട്ടിങ് എ നീഡിൽ ബീം. ഈ നീഡിൽ ബീമിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു ചെറിയ ഡ്രിഫ്റ്റിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഈ നീഡിൽ ബീം എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ഐ ഗിർഡേഴ്സ് ആണ്. നീഡിൽ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഐ ഗിർഡേഴ്സ് ആണ്. ആൻഡ് ബോൾട്ടഡ് ടുഗദർ വിത്ത് എ വുഡൻ ബ്ലോക്ക് ഇൻ ദ സെൻറ്റർ. എന്നിട്ട് എന്ത് ചെയ്യും, അതിന് സെൻറ്ററിൽ ഒരു വുഡൻ ബ്ലോക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബോൾട്ട് ചെയ്തെടുക്കും. അതാണ് എന്ത്, നീഡിൽ ബീം മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എവിടെയാണ് യൂസ് ചെയ്യാന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതായത് സോയിലിന് എന്താണ് ഫ്യൂ മിനിറ്റ്സ് നേരത്തേക്ക് വരെ എന്താണ് സ്റ്റാൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഈ ഒരു നീഡിൽ ബീം മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഫോർപോളിംഗ് മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് എ ഫ്രെയിം ഇൻ ദ ഷേപ്പ് എ ഈസ് പ്രിപ്പയർഡ്. അതായത് നമ്മളൊരു ഷേപ്പ് എ ഷേപ്പിലുള്ള ഒരു ഫ്രെയിം നമ്മൾ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും. ആൻഡ് പ്ലേസ്ഡ് നിയർ ദ ഫേസ് ഓഫ് ദ ടണൽ. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളത് ആ ഒരു ടണലിൻ്റെ ഒരു ഫേസിൽ നമ്മൾ എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും. വിത്ത് സ്യൂട്ടബിൾ പ്ലാങ്ക്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ടണലിൻ്റെ ഫേസിൽ നമ്മളത് കൊടുക്കും. ദ ഫോർപോളിംഗ് ഈസ് ആൻ ഓൾഡ് മെത്തേഡ്. അപ്പോൾ ഒരു ഓൾഡ് മെത്തേഡാണ് എന്ത്, ഈ ഒരു ഫോർപോളിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി സക്സസ്ഫുള്ളി യൂസ്ഡ് ഫോർ ക്യാരിയിങ് ഔട്ട് ടണൽ ഓപ്പറേഷൻ ത്രൂ സോഫ്റ്റ് ഗ്രൗണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എവിടെയാണ് യൂസ് ചെയ്യുക, അതായത് ഫോർപോളിംഗ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്, സോഫ്റ്റ് ഗ്രൗണ്ടിലാണ് നമ്മൾ ഈ ഒരു ഫോർപോളിംഗ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നീഡിൽ ബീം മെത്തേഡ് ഒരു 2 മിനിറ്റ് പോലും സോയിലിന് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്താണ് നമ്മൾ ഈ ഒരു നീഡിൽ ബീം മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫോർപോളിംഗ് മെത്തേഡ് നമ്മൾ സോഫ്റ്റ് ഗ്രൗണ്ടിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു എ ഷേപ്പുള്ള ഫ്രെയിം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഫേസ് ഓഫ് ദ ടണലിൽ കൊണ്ട് വെക്കും. എന്നിട്ട് സ്യൂട്ടബിൾ പ്ലാങ്ക്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. ഇതൊരു ഓൾഡ് മെത്തേഡാണ്. പിന്നെ അടുത്ത മെത്തേഡുകൾ ബെൽജിയം മെത്തേഡ്, അമേരിക്കൻ മെത്തേഡ്, ജർമ്മൻ മെത്തേഡ്, ഇംഗ്ലീഷ് മെത്തേഡ്. ഈ ഒരു പേരുകൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ഇത് ടണലിങ് ഇൻ സോഫ്റ്റ് ഗ്രൗണ്ടിൽ ചെയ്യുന്ന ടണലിംഗ് ആണ് ഇതൊക്കെ. ഓക്കെ, അടുത്തതാണ് ലീനിയർ പ്ലേറ്റ് മെത്തേഡ്. ഇതിൽ തന്നെ ഉള്ളതാണ് ലീനിയർ പ്ലേറ്റ് മെത്തേഡ്, ഷീൽഡ് മെത്തേഡ്. കുറേ മെത്തേഡുകൾ പറയുന്നുണ്ട്. മെത്തേഡുകളുടെ പേരൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. കംപ്രസ്ഡ് എയർ ടണലിംഗ്, അത് നമുക്ക് എന്ത് നോക്കാം, ലീനിയർ പ്ലേറ്റ് മെത്തേഡ് എന്ന് നോക്കാം. ലീനിയർ പ്ലേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദിസ് മെത്തേഡ് ദ വൈഡനിങ് ഓഫ് ദ ടണൽ ഈസ് ക്യാരിഡ് ഔട്ട് ബൈ യൂസിങ് പ്രസ്ഡ് സ്റ്റീൽ പ്ലേറ്റ്സ് ഓഫ് സ്റ്റാൻഡേർഡ് സൈസ്. ലീനിയർ പ്ലേറ്റിൽ മെത്തേഡിൽ എന്താണ്, ഒരു പ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റീൽ പ്ലേറ്റ്സ്, ഒരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള ഒരു പ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റീൽ പ്ലേറ്റ്സ് ഉണ്ടാവും. ആ ഒരു ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു ടണലിൻ്റെ വൈഡനിങ് നമ്മൾ ചെയ്യുന്നത്. അടുത്തതാണ് ഷീൽഡ് മെത്തേഡ്. ഷീൽഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മൂവബിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സപ്പോർട്ട് ദ ഫേസ് ഓഫ് ദ ടണൽ. നമ്മൾ ആ ഒരു ടണലിൻ്റെ ഫേസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മൂവബിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് ഷീൽഡ് എന്ന് പറയുന്നത്. ദ എക്സ്കവേഷൻ ആൻഡ് ലൈനിങ് ഓഫ് ടണൽ ക്യാൻ ബി ക്യാരിഡ് ഔട്ട് അണ്ടർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഷീൽഡ്. അപ്പോൾ ഈ ഒരു ഷീൽഡിൻ്റെ പ്രൊട്ടക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ടണലിൻ്റെ ലൈനിങ്ങും എക്സ്കവേഷനും ഒക്കെ നമ്മൾ നടത്തും. ഇതാണ് ഷീൽഡ് മെത്തേഡിൽ പറയുന്നത്. ഇനി അടുത്തതാണ് കംപ്രസ്ഡ് എയർ ടണലിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ടണലിൻ്റെ സൈഡും അതുപോലെ തന്നെ ടോപ്പ് ഓഫ് ദ ടണലിൻ്റെ ഒക്കെ കൊളാപ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കംപ്രസ്ഡ് എയറിനെ യൂസ് ചെയ്യും. ഈ ഒരു മെത്തേഡിന് നമ്മൾ പ്ലീനം മെത്തേഡ് എന്നും പറയും കേട്ടോ. കംപ്രസ്ഡ് എയർ ടണലിങ്ങിനെ നമ്മൾ എന്ത് പറയും, പ്ലീനം മെത്തേഡ് എന്നും പറയും. വേറൊരു പേരാണ്, ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ജസ്റ്റ് നോക്കി വെക്കാം. പ്ലീനം മെത്തേഡ്, അതായത് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ടണൽ കൊളാപ്സായി പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, ടോപ്പ് ഓഫ് ദ ടണലും സൈഡ് ഓഫ് ദ ടണലും കൊളാപ്സായി പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കംപ്രസ്ഡ് എയറിനെ യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇതിനെ വേറെ ഒരു പേരും കൂടി പറയും, അതാണ് പ്ലീനം മെത്തേഡ് എന്ന് പറയുന്നത്. ഷീൽഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂവബിൾ ആയിട്ടുള്ള ഷീൽഡാണ്. ഈ ഷീൽഡിൻ്റെ പ്രസൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടണലിൻ്റെ ലൈനിങ്ങും അതുപോലെ തന്നെ ടണലിൻ്റെ എക്സ്കവേഷനും നടത്തുന്നത്. ലീനിയർ പ്ലേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റീൽ പ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടണലിനെ വൈഡൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 മെത്തേഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ടേംസുകൾ പഠിക്കാം. എന്താണ് ഹോളിംഗ് ഓഫ് മക്ക്? Hauling of muck. Hauling of muck. Mucking hand hauling refers to the operation of loading and removing excavated material or blasted debris and dumping it at a predetermined sites. അതായത് എന്താണ് ഹോളിംഗ് ഓഫ് മക്കിങ് അല്ലെങ്കിൽ മക്കിങ് ആൻഡ് ഹോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഓപ്പറേഷനാണ് ഓഫ് ലോഡിങ് ആൻഡ് റിമൂവ്. നമ്മൾ ഈ എക്സ്കവേറ്റ് ചെയ്ത മെറ്റീരിയൽസ് അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ആയിട്ടുള്ള, നമ്മൾ ഈ ടണൽ ഉണ്ടാക്കുന്ന സമയത്ത് ബ്ലാസ്റ്റായി പോയിട്ടുള്ള ഡെബ്രിസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു സൈഡിലേക്ക് ഇത്
കൊണ്ട് തള്ളണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടോ. അങ്ങനെ പ്രീ ഡിറ്റർമൈൻ ചെയ്ത സൈറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ കൊണ്ടുപോയി ഡംപ് ചെയ്യുക. അങ്ങനത്തെ ഒരു ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹോളിംഗ് ഓഫ് മക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഈ ടണൽ ഉണ്ടാക്കുന്ന സമയത്ത് ബ്ലാസ്റ്റഡ് ആയിട്ടുള്ള ഡെബ്രിസുകൾ, എക്സ്കവേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനൊക്കെ അവിടുന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സൈറ്റിലേക്ക് നമ്മൾ എത്തിക്കുക. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ഒരു ഹോളിംഗ് ഓഫ് മക്ക് എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത്തേതാണ് ലൈറ്റിംഗ് ഇൻ ടണൽ. ലൈറ്റിംഗ് ഇൻ ടണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്പേസിംഗ് ഓഫ് ലൈറ്റ്സ് വിൽ ഡിപ്പെൻഡ് ഓൺ വേരിയസ് ഫാക്ടേഴ്സ് സച്ചസ്. അതായത് നമ്മൾ ഈ ഒരു ലൈറ്റ് നമ്മളിവിടെ എന്ത് ചെയ്യുക, ഈ ഒരു ടണൽ സ്പേസ് ചെയ്യുന്ന സമയത്ത് അത് പല പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേതാണ് അത് ടണലിൻ്റെ ഡയമെൻഷനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ സൈസ് ഓഫ് ലൈറ്റ് സോഴ്സ്, അത് നമ്മൾ വെക്കാൻ പോകുന്ന ആ ഒരു ലൈറ്റ് സോഴ്സിൻ്റെ സൈസ്, അതുപോലെ തന്നെ ആ റോക്ക് സർഫസിൻ്റെ നാച്ചുർ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലൈറ്റ് കൊടുക്കുന്നത് ഈ ഒരു ടണലിൽ. ദ കോമൺ ടൈപ്പ് ഓഫ് ലൈറ്റ് യൂസ്ഡ് ഇൻ ടണലിംഗ് വർക്ക് ആർ അസറ്റിലിൻ ഗ്യാസ് ലൈറ്റിംഗ്. അപ്പോൾ ഈ ഒരു പേരുകൾ പഠിച്ചു വെക്കുക. അസറ്റിലിൻ ഗ്യാസ് ലൈറ്റിംഗ് നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ എന്താണ്, ഇലക്ട്രിക് ലൈറ്റിംഗ്, ലാൻഡേൺസ്. ഇത്രയാണ് നമ്മൾ ടണലിൽ കൊടുക്കുന്ന ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അസറ്റിലിൻ ഗ്യാസ് ലൈറ്റിംഗ്, ഇലക്ട്രിക് ലൈറ്റിംഗ് ആൻഡ് ലാൻഡേൺസ്. ഓക്കെ, ഇത് മൂന്നുമാണ് നമ്മൾ കൊടുക്കുന്നത്. അതാണ് ലൈറ്റിംഗ് ഇൻ ടണൽ. നമ്മൾ നോക്കാൻ പോകുന്നത് വെന്റിലേഷൻ മെത്തേഡ്സ് ആണ്. ടണലിൽ നമ്മൾ കൊടുക്കുന്ന വെന്റിലേഷൻ നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ബ്ലോയിങ് നമ്മൾ കൊടുക്കും. ഓക്കെ, ബ്ലോയിങ് മെത്തേഡ് നമ്മൾ കൊടുക്കും, ബ്ലോയിങ്. ദെൻ രണ്ടാമത്തതാണ് എക്സോസ്റ്റിംഗ്. മൂന്നാമത്തതാണ് കോമ്പിനേഷൻ ഓഫ് ബ്ലോയിങ് ആൻഡ് എക്സോസ്റ്റിംഗ്. ഇതാണ് നമ്മൾ വെന്റിലേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ബ്ലോയിങ്, എക്സോസ്റ്റിംഗ്, പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ. അതിൽ നമുക്ക് ബ്ലോയിങ് എന്താ നോക്കാം. ബ്ലോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദിസ് മെത്തേഡ് ഫ്രഷ് എയർ ഈസ് ഫോഴ്സ്ഡ് ബൈ എ ഫാൻ ത്രൂ എ പൈപ്പ്. അതായത് നമ്മൾ എന്ത് ചെയ്യും, ഒരു പൈപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ഫ്രഷ് എയർ എന്ത് ചെയ്യും, നമ്മൾ ഫോഴ്സ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ആൻഡ് ഈസ് സപ്ലൈഡ് നിയർ ഫേസ്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഫേസിൻ്റെ അടുത്തായിട്ട് അത് സപ്ലൈ ചെയ്യും. ദിസ് മെത്തേഡ് ഹാസ് ദ അഡ്വാൻറ്റേജ് ദാറ്റ് എ പോസിറ്റീവ് സപ്ലൈ ഓഫ് ഫ്രഷ് എയർ ഈസ് ഗ്യാരണ്ടീഡ് വെർ ഇറ്റ് ഈസ് റിക്യൂർഡ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോഴ്സ് ചെയ്ത് നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ് എയറിന്. അപ്പോൾ നമുക്ക് എന്താണ്, ഫ്രഷ് എയർ ഗ്യാരണ്ടിയാണ്, എവിടെയാണോ വേണ്ടത് അവിടെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അടുത്തതാണ് എക്സോസ്റ്റിംഗ്. എക്സോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾ എയർ ഈസ് പുൾഡ്. അതായത് നമ്മൾ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുക, ഫോൾ ആയിട്ടുള്ള എയർ, അതായത് മോശമായിട്ടുള്ള എയറുകൾ നമ്മൾ എന്ത് ചെയ്യും, പുൾ ഔട്ട്, അതായത് നമ്മൾ പുറത്തേക്ക് കടത്തി വിടും. ഈസ് എക്സോസ്റ്റഡ് ബൈ എ ഫാൻ. അതായത് നമ്മളൊരു ഫാൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സോസ്റ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഉള്ളിലുള്ള എയറിനെ നമ്മൾ എന്ത് ചെയ്യുക, എക്സോസ്റ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുക. ദിസ് സെറ്റപ്സ് എ കറണ്ട് ഓഫ് ഫ്രഷ് എയർ ടു എൻറ്റർ ദ ടണൽ. അങ്ങനെ നമ്മൾ ഫോൾ ഗ്യാസിനെ പുറത്തേക്ക് വിടുന്ന സമയത്ത് എന്താണ്, ഈ ഒരു ടണലിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള എയർ എൻറ്റർ ചെയ്യും. ദിസ് മെത്തേഡ് ഹാസ് ദ അഡ്വാൻറ്റേജ് ദാറ്റ് ദ ഫോൾ എയർ കെപ്റ്റ് ഈസ് ഔട്ട് ഫ്രം വർക്കിംഗ് പ്ലേസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫോൾ എയർ എന്താണ്, ഈ ഒരു ടണലിൽ ഉണ്ടാവില്ല. കാരണം നമ്മൾ അതിനെ എക്സോസ്റ്റ് ചെയ്ത് പുറത്തേക്ക് വിടുന്നുണ്ട്. ഇതാണ് എക്സോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ബ്ലോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആർട്ടിഫിഷ്യൽ അതിൽ നമ്മളൊരു പൈപ്പ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഫോഴ്സ്ലി നമ്മൾ എന്ത് ചെയ്യുക, ഫ്രഷ് എയറിനെ ഉള്ളിലോട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ബ്ലോയിങ് എന്ന് പറയുന്നത്. ഇനി ബ്ലോയിങ് ആൻഡ് എക്സോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെന്റിലേഷനിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ കോമ്പിനേഷൻ ഓഫ് ബ്ലോയിങ് ആൻഡ് എക്സോസ്റ്റിംഗ്. അതായത് നമ്മൾ പുറത്തേക്ക് കടത്തി വിടുകയും ചെയ്യുക, അതുപോലെ തന്നെ ഉള്ളിലോട്ട് ഫ്രഷ് എയറിനെ കൊടുക്കുകയും ചെയ്യുക. ഇതാണ് എന്ത്, കോമ്പിനേഷൻ ഓഫ് ബ്ലോയിങ് ആൻഡ് എക്സോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോമ്പിനേഷനാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്, ഷേപ്പ് ഓഫ് ടണൽ. ടണലിൻ്റെ ഷേപ്പിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതെന്താ നോക്കാം. ഓക്കെ, ദ സൈസ് ഓഫ് ടണൽ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഇറ്റ്സ് യൂട്ടിലിറ്റി. അതായത് ആ ഒരു ടണലിൻ്റെ സൈസ് എന്തിനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ യൂട്ടിലിറ്റി അനുസരിച്ചിട്ടാണ് ഒരു ടണലിൻ്റെ സൈസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സൈസ് ഓഫ് ടണൽ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഇറ്റ്സ് യൂട്ടിലിറ്റി. ഫോർ ഇറിഗേഷൻ പർപ്പസ്, അതായത് നമ്മളിപ്പോൾ ഒരു ഇറിഗേഷൻ പർപ്പസിനാണ് നമ്മളൊരു ടണൽ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. ഈസ് ജനറലി ഡിസൈൻ ടു റൺ ഫുൾ ആൻഡ് ഇഫ് ലൈനിങ് ഈസ് ഓഫ് കോൺക്രീറ്റ് ദ വെലോസിറ്റി ഈസ് ടേക്കൻ ആസ് 366 cm/s. ഇത് ജസ്റ്റ് നോക്കി നോക്കുക, ഈ വെലോസിറ്റി. ഓക്കെ, ഇത് എന്തിൻ്റെ കേസിലാണ്, ഒരു ഇറിഗേഷൻ പർപ്പസ്, അതായത് നമ്മളൊരു ഇറിഗേഷന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ടണൽ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പം എന്തായിരിക്കണം, ഈ ഒരു ടണൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫുൾ റൺ ചെയ്യണം. ഓക്കെ, നമ്മൾ എന്തായിരിക്കണം, ഫുൾ റണ്ണ് ചെയ്യണം. ആൻഡ് ലൈനിങ് ഈസ് ഓഫ് കോൺക്രീറ്റ്. അത് ഇനിയിപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ലൈനിങ് ആണ് കൊടുത്തതെങ്കിൽ, ലൈനിങ് ഈസ് ഓഫ് കോൺക്രീറ്റ്, നമ്മളൊരു കോൺക്രീറ്റ് ലൈനിങ് ആണ് അതിൽ കൊടുത്തതെങ്കിൽ ആ ഒരു വെലോസിറ്റി നമ്മൾ എന്തായിട്ട് എടുക്കണം, 366 cm/s ആയിട്ട് എടുക്കണം. ഓക്കെ, ഇനി റോഡ് ടണൽസ്, നമ്മൾ റോഡ് ടണൽസ് ആണ് എടുക്കുന്നത്. ഇൻ കേസ് ഓഫ് റോഡ് ടണൽസ്, ഓക്കെ, നമ്മൾ റോഡ് ടണലിൻ്റെ കേസാണ്,
ഹൈലൈറ്റർ മാറ്റിത്തരാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ റോഡ് ടണൽസ് ആണ് എടുക്കുന്നതെങ്കിൽ അത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യും? ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ നമ്പർ ഓഫ് ട്രാഫിക് ലൈൻസ്, എത്ര ട്രാഫിക് ലൈൻസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ റെയിൽവേ ടണൽസ് ആണെങ്കിൽ എന്താണ്, എത്ര നമ്പർ ഓഫ് ലൈൻസ് ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു ടൈപ്പ് ഓഫ് ഗേജ്, ഇതിനൊക്കെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഇറിഗേഷൻ പർപ്പസ് ആണെങ്കിൽ നമ്മൾ ആ ഒരു ടണൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് റൺ ഫുൾ ആയിരിക്കണം. കോൺക്രീറ്റ് ലൈനിങ് ആണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 366 cm/s ആയിരിക്കണം. ഇനി റോഡ് ടണൽ ആണെങ്കിൽ നമ്പർ ഓഫ് ലൈൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റെയിൽവേ ടണൽസ് ആണെങ്കിൽ റെയിൽവേ ലൈൻസ് എത്ര ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഗേജിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഷേപ്പിലോട്ടാണല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഷേപ്പിൽ നമുക്ക് ടണലുകൾ ഉണ്ട് നോക്കാം. ഒന്നാമത്തെ ഷേപ്പാണ് സർക്കുലാർ ടണൽ. ഓക്കെ, സർക്കുലാർ ടണൽ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, എഗ് ഷേപ്ഡ് ടണൽ ഉണ്ട്, ഹോഴ്സ് ഷൂ സെക്ഷൻ ഉണ്ട്, റെക്റ്റാങ്കുലർ ടണൽ ഉണ്ട്, ഡി ഷേപ്ഡ് ടണൽ ഉണ്ട്. ഇത്രയും ഷേപ്പ് ടണലുകളാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സർക്കുലർ ടണൽ ബെസ്റ്റ് ഷേപ്പ് ഫോർ കൺവേയിങ് വാട്ടർ. അപ്പോൾ നമ്മളോട് ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കും, വാട്ടർ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ഷേപ്പ് ഏതാണെന്ന് ചോദിക്കും. അത് എന്താണ്, സർക്കുലർ ടണലാണ് വാട്ടറിനെ ക്യാരി ചെയ്യാൻ വേണ്ടി നമുക്ക് ബെസ്റ്റ് ഷേപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഗിവ്സ് മാക്സിമം ക്രോസ് സെക്ഷണൽ ഏരിയ വിത്ത് മിനിമം പെരിമീറ്റർ. അതെന്താണ്, ഒരു മിനിമം പെരിമീറ്ററിൽ മാക്സിമം ക്രോസ് സെക്ഷണൽ ഏരിയ തരുന്നുണ്ട്. ഇറ്റ് ഗിവ്സ് മാക്സിമം ക്രോസ് സെക്ഷണൽ ഏരിയ വിത്ത് എന്താണ്, മിനിമം പെരിമീറ്റർ. ഒരു മിനിമം പെരിമീറ്ററിൽ എന്താണ്, മാക്സിമം ക്രോസ് സെക്ഷണൽ ഏരിയ തരുന്നുണ്ട്. ക്യാൻ വിസ്റ്റാൻഡ് ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ പ്രഷർ. അതെന്താണ്, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ പ്രഷർ, ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ പ്രഷറിനെ വിസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. എഗ് ഷേപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എഗ് ഷേപ്ഡ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക, നമുക്ക് സീവേജ് ആണ് കൺവേ ചെയ്യേണ്ടെങ്കിൽ നമ്മൾ എഗ് ഷേപ്ഡ് ആണ് യൂസ് ചെയ്യുക. അടുത്തതാണ് എലിപ്റ്റിക്കൽ ഷേപ്ഡ്. എലിപ്റ്റിക്കൽ ഷേപ്ഡിൻ്റെ എലിപ്റ്റിക്കൽ ഷേപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺവേയൻസ് ടണലാണ്. മേജർ ആക്സിസ് ഷുഡ് ബി കെപ്റ്റ് വെർട്ടിക്കൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു കൺവേയൻസ് ടണലാണ്. ഓക്കെ, അതിൻ്റെ മേജർ ആക്സിസ് നമ്മൾ എപ്പോഴും വെർട്ടിക്കലായിട്ട് കെപ്റ്റ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ മേജർ ആക്സിസ് നമ്മൾ എന്തായിരിക്കണം, എപ്പോഴും വെർട്ടിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കെപ്റ്റ് ചെയ്യണം. അടുത്തതാണ് ഹോഴ്സ് ഷൂ ടണൽ എന്ന് പറയുന്നത്. These sections are compromised between circular and D-shaped section. അതായത് നമ്മുടെ സർക്കുലാർ ടണലും ഡി ഷേപ്ഡ് സെക്ഷനും, സർക്കുലാർ ആൻഡ് ഡി ഷേപ്ഡ് ടണലും കൂടി വരുന്നതാണ് ഹോഴ്സ് ഷൂ സെക്ഷൻ എന്ന് പറയുന്നത്. These sections are structurally strong to withstand external rock and water pressure. അതായത് എക്സ്റ്റേണൽ റോക്ക് ആൻഡ് വാട്ടർ പ്രഷറിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ സ്ട്രോങ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കും. എക്സ്റ്റേണൽ റോക്കിനെയും വാട്ടർ പ്രഷറിനെയും ഒക്കെ, സ്ട്രോങ് ആയിട്ടുള്ള എക്സ്റ്റേണൽ റോക്കിനെയും വാട്ടർ പ്രഷറിനെയും ഒക്കെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ളത് ഏതാണ്, ഹോഴ്സ് ഷൂ സെക്ഷനാണ്. മോസ്റ്റ്ലി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഷേപ്പ് ഓഫ് ടണൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്താണ്, ഈ ഒരു ഹോഴ്സ് ഷൂ ടണലാണ്. വേറെ മോഡറേറ്റ്ലി ഗുഡ് റോക്ക് ഈസ് അവൈലബിൾ. ഒരു ഗുഡ് റോക്ക് അവൈലബിൾ ആണെങ്കിൽ മോസ്റ്റ്ലി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടണൽ സെക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, ഈ ഒരു ഹോഴ്സ് ഷൂ സെക്ഷനാണ്. ഇനി അടുത്തതാണ് റെക്റ്റാങ്കുലർ ഫോർ പെഡസ്ട്രിയൻ ട്രാഫിക്. അതായത് ആളുകൾക്ക് നടന്നു പോകാനാണെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, റെക്റ്റാങ്കുലർ ടണലാണ്. റെക്റ്റാങ്കുലർ ഷേപ്സ് ഓഫ് ടണൽ ആർ അപ്രോപ്രിയേറ്റ്. ദീസ് ടണൽസ് ആർ സംടൈംസ് ആക്സെപ്റ്റഡ് ഇഫ് പ്രീ കൺസ്ട്രക്റ്റഡ് RCC കേഷൻസ് ആർ യൂസ്ഡ്. നമ്മൾ പ്രീ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള RCC കേഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, ആക്സെപ്റ്റഡ് ആണ്. ദീസ് ടൈപ്സ് ഓഫ് ടണൽസ് ആർ നോട്ട് suitable to resist external pressure due to their rectangular shape and these are not in use these days. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കുലർ ടണൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്, എക്സ്റ്റേണൽ പ്രഷറിന് റെസിസ്റ്റ് ചെയ്യുന്നില്ല. നോട്ട് സ്യൂട്ടബിൾ ടു. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. എക്സ്റ്റേണൽ പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. നോട്ട് സ്യൂട്ടബിൾ ടു റെസിസ്റ്റ് എക്സ്റ്റേണൽ പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്തതാണ് ഡി ഷേപ്ഡ് എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ ഫോർ ടണൽസ് ലൊക്കേറ്റഡ് ഇൻ ഗുഡ് ക്വാളിറ്റി റോക്സ്. അതായത് ഗുഡ് ക്വാളിറ്റി റോക്സിലാണ് നമ്മൾ ഈ ഒരു ഡി ഷേപ്ഡ് ടണൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം മൊത്തത്തിൽ ഈ ഒരു ഷേപ്പ് ഓഫ് ടണൽ ഷോർട്ടായിട്ട് പറഞ്ഞത് സർക്കുലാർ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക, വാട്ടറിനെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്കൊരു ചെറിയൊരു പെരിമീറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ക്രോസ് സെക്ഷണൽ ഏരിയ നമുക്ക് കിട്ടും. ഇത് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ പ്രഷറിനെ എന്ത് ചെയ്യും, വിസ്റ്റാൻഡ് ചെയ്യും. എഗ് ഷേപ്ഡ് നമ്മൾ സീവേജിനെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എലിപ്റ്റിക്കൽ എന്ന് പറയുന്നത് ഒരു കൺവേയൻസ് ടണലാണ്. അതിൻ്റെ മേജർ ആക്സസ് എന്തായിരിക്കണം, നമ്മൾ എപ്പോഴും വെർട്ടിക്കലായിട്ട് വെക്കണം. ഹോഴ്സ് ഷൂ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അതായത് ഡി ഷേപ്പും സർക്കുലർ ഷേപ്പും കൂടി ഒന്നിച്ച് വരുന്നതാണ് എന്ത്, ഹോഴ്സ് ഷൂ സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി റെക്റ്റാങ്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെഡസ്ട്രിയനുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റെക്റ്റാങ്കുലർ ആക്കുന്നത്. ഇത് ഒരിക്കലും എന്താണ്, എക്സ്റ്റേണൽ കംപ്രഷനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യില്ല, എക്സ്റ്റേണൽ പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യില്ല.
ആ ഒരു ഷേപ്പ് കാരണം. അതുകൊണ്ട് അത് നമ്മളിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഡി ഷേപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ക്വാളിറ്റി റോക്സിൽ എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടണലാണ് ഡി ഷേപ്ഡ് ടണൽ. ഇത്രയാണ് ഷേപ്പ് ഓഫ് ടണലിൽ വരുന്നത്. ഇനി അടുത്തൊരു ലാസ്റ്റ് ടോപ്പിക്കാണ്, ഈ ഒരു ടണലിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് എന്ത്, ടണൽ ലൈനിങ്. ഓക്കെ, ടണൽ ലൈനിങ് എന്ന് പറഞ്ഞാൽ ടണൽ ലൈനിങ് ഈസ് പ്രൊവൈഡഡ് ടു ഇൻക്രീസ് സ്റ്റെബിലിറ്റി ഫോർ ടണൽ. എന്തിനാണ് നമ്മൾ ഈ ഒരു ടണൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആ ഒരു ടണലിങ്ങിൻ്റെ സ്റ്റെബിലിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടണൽ ലൈനിങ്ങിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ സോഫ്റ്റ് ഗ്രൗണ്ട് ആൻഡ് ടു പ്രൊവൈഡ് എ ഫിനിഷിംഗ് ടച്ച്, ഒരു ഫിനിഷിംഗ് ടച്ച് കൊടുക്കാനും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. കോമൺലി യൂസ്ഡ് ടണൽ ലൈനിങ് മെറ്റീരിയൽസ് ആർ, കോമൺലി നമ്മൾ ടണൽ ലൈനിങ് ചെയ്യുന്ന സിമെൻറ്റ് വെച്ച് ചെയ്യും. ഓക്കെ, നമ്മൾ സിമെൻറ്റ് വെച്ച് ചെയ്യും. കോൺക്രീറ്റ്, സ്റ്റോണ്, ബ്രിക്ക്, സ്റ്റീല്, കാസ്റ്റ് അയൺ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടണൽ ലൈനിങ് നമ്മൾ ചെയ്യും. ഇനി അടുത്തതാണ് എന്താണ് പൈലറ്റ് ടണൽ. പൈലറ്റ് ടണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൈലറ്റ് ടണൽ എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ടണലാണ്, എക്സ്കവേറ്റഡ് ഓവർ ദ എൻറ്റയർ ലെങ്ത് ഓർ ഓവർ പാർട്ട് ഓർ എ ലാർജർ ടണൽ. ഒരു വലിയ ടണലിൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്തുണ്ടാക്കുന്ന ഒരു ചെറിയ ടണലാണ്. ഓക്കെ, ഒന്നെങ്കിൽ എൻറ്റയർ ലെങ്ത് നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ ഒരു വലിയ ടണലിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിലേക്ക് നമ്മൾ ചെയ്യുക. പാരലൽ ടു ദ അലൈൻമെൻറ്റ് ഓഫ് മെയിൻ ടണൽ, അതായത് മെയിൻ ടണലിന് പാരലായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. ടു എക്സ്പ്ലോർ ഗ്രൗണ്ട് കണ്ടീഷൻ ആൻഡ് ഓർ അസിസ്റ്റ് ഇൻ ഫൈനൽ എക്സ്കവേഷൻ, അതായത് ഗ്രൗണ്ട് കണ്ടീഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനും ആൻഡ് അസിസ്റ്റ് ഇൻ ഫൈനൽ എക്സ്കവേഷനിൽ അസിസ്റ്റ് ചെയ്യാനും വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു ടണലാണ് എന്ത്, പൈലറ്റ് ടണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടണൽ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പം എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ഫീഡ്ബാക്ക് അറിയിക്കുക എങ്ങനെയുണ്ട് ക്ലാസ് എന്നുള്ളത്. മനസ്സിലാകുന്ന എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിലൊക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഇനിയും എന്താണ് കൂടുതൽ സബ്ജക്റ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം ശരി.